When life hurts, careless, the paradox of letting go. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ കൈകളിൽ വെള്ളം എടുത്തു പിടിച്ച് അത് താഴെ വീണ് പോവാതെ നോക്കിയിരുന്നില്ലേ? കൈകൾ കൂടുതൽ കൂട്ടിപ്പിടിക്കും തോറും വെള്ളം കൂടുതൽ അങ്ങനെ ഊർന്നു വീഴും അല്ലേ? ജീവിതവും ഒന്നാലോചിച്ചാൽ അങ്ങനെയൊക്കെയാണ്. കൂടുതൽ ശ്രമിക്കും തോറും നമുക്ക് വേണ്ടത് നമ്മളിൽ നിന്ന് അകന്നു പോവും. നമ്മളൊരു പരിധിയിലധികം നമുക്ക് വേണ്ടതിനോട് ശ്രദ്ധ കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ഓരോ എഫേർട്ടിലും പെർഫെക്ഷന് വേണ്ടി ശ്രമിച്ചാൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഉള്ളം കൈയിലെ വെള്ളം പോലെ, കടൽക്കരയിൽ നിന്നും കയ്യിലെടുത്ത ആ മണൽ പോലെ. ജീവിതം നിങ്ങളെ കൂടുതൽ വിഷമങ്ങളിലേക്ക് തള്ളിവിടുമ്പോൾ, പ്രശ്നങ്ങൾ ഒന്നിനു പുറകായി ഒന്ന് വരുമ്പോൾ, ആ നെഗറ്റീവ് ചിന്തകളിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കാതിരിക്കുക. അതിനെപ്പറ്റി ഒരുപാട് ആലോചിക്കാതിരിക്കുക. അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, ദ വെരി നെക്സ്റ്റ് സ്റ്റെപ്പ്, അത് എന്താണെന്ന് കൃത്യമായി അറിയാമെങ്കിൽ ആ കാര്യം ചെയ്യുക. നിങ്ങളൊരു പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിൽ ഇങ്ങനെ പോയാൽ എന്താകും എന്നൊരു ചിന്തയാണ് നിങ്ങൾക്ക് മനസ്സിലെങ്കിൽ, ടേക്ക് എ ഡീപ്പ് ബ്രെത്ത്, ഒരു ദീർഘശ്വാസം എടുക്കുക. എന്നിട്ട് ഇമ്മീഡിയറ്റായിട്ട് എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അത് ചെയ്യുക. നിങ്ങളൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ പഠനത്തിൽ മുഴുകുക. നിങ്ങളൊരു അത്ലറ്റോ റൈറ്ററോ എന്തുമാവട്ടെ, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള എല്ലാ ഘട്ടങ്ങളും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ആ പരിപാടി പിടിക്കുക. ബാക്കിയുള്ളതിനെ വഴിയിൽ വെച്ച് കാണാം എന്ന് തീരുമാനിക്കുക. വെൻ വി ലെറ്റ് ഗോ, സംതിങ് ഇൻക്രെഡിബിൾ ഹാപ്പൻസ്. ലൈഫ് അലൈൻസ് ആൻഡ് റിസൾട്ട്സ് ഫോളോ. സൈക്കോളജിസ്റ്റ് ഇതിനെ പാരഡോക്സിക്കൽ ഇൻറ്റൻഷൻ എന്ന് വിളിക്കുന്നു. നമ്മളൊരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു തുടങ്ങിയാൽ അത് നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് ആക്ടിവേറ്റ് ചെയ്യുന്നു. അതിലൂടെ സെൽഫ് ഡൗട്ടും. ഈ ചിന്തകൾ അതിൻ്റെ ഫലമായി നമ്മുടെ പെർഫോമൻസിനെ ദോഷകരമായി ബാധിക്കുന്നു. എന്നാൽ നമ്മൾ റിസൾട്ടിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ മനസ്സിനെ ഡിറ്റാച്ച് ചെയ്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ റിലാക്സ് ചെയ്ത് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കും. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ ലെജൻഡായ മൈക്കിൾ ജോർദൻ പറഞ്ഞത് അദ്ദേഹം 900-ലധികം ഷോട്ടുകൾ മിസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതിലൂടെ ഏകദേശം 300 മത്സരങ്ങളിൽ പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് തോൽക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അയാൾ വീണ്ടും വീണ്ടും തോറ്റുകൊണ്ടേയിരുന്നു. പക്ഷേ അദ്ദേഹം മിസ്സാക്കിയ ഒരു ഷോട്ടിലും ഒരുപാട് സമയം കളഞ്ഞിരുന്നില്ല. ആ പാഴാക്കിയ ഷോട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തിയതുമില്ല. പകരം ആ മിസ്സുകളിലൂടെ നഷ്ടമായേക്കാവുന്ന ബാസ്കറ്റ്ബോൾ എന്ന ഗെയിമിനോടുള്ള സ്നേഹം അദ്ദേഹം മനസ്സിനോട് ചേർത്ത് പിടിച്ചു. ആ ആവേശത്തിൽ അദ്ദേഹം ആ തോൽവികളെല്ലാം മറന്നു. ബൈ ലെറ്റിംഗ് ഗോ ഓഫ് ദി ഫിയർ ഓഫ് ഫെയിലിയർ, ഹി ബിക്കെയിം വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് അത്ലറ്റ്സ് ഓഫ് ഓൾ ടൈം. പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ടു കെയർലെസ് ആൻഡ് അച്ചീവ് മോർ. ഷിഫ്റ്റ് യുവർ ഫോക്കസ് ടു ദ പ്രോസസ്സ്. റിസൾട്ടിൽ ഓബ്സസ്ഡ് ആവാതെ ആ പ്രോസസ്സിൽ ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ ജേണിയിൽ രസം കണ്ടെത്തുക. കുറേ കഴിഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പെട്ട് നേടിയെടുത്തതിനെ പറ്റി ആലോചിക്കുമ്പോഴുള്ള ത്രില്ല്, ആ ഫീലിങ്ങിൽ ഇൻസ്പയർ ആവുക. വർക്ക് ചെയ്യുക. എംബ്രേസ് ഫെയിലിയർ ആസ് എ ടീച്ചർ. ഓരോ പരാജയങ്ങളും ഓരോ ചവിട്ടുപടിയാണ്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികൾ. ജീവിതത്തിൽ ജയങ്ങളും പരാജയങ്ങളും അല്ല ഉള്ളത്, മറിച്ച് ജയങ്ങളും പാഠങ്ങളുമാണ്. നിങ്ങൾ ഒന്നുകിൽ വിജയിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് വിജയിച്ചില്ല എന്ന് കൂടുതൽ പഠിക്കുന്നു, അത്രമാത്രം. ഈ ഒരു ചിന്താഗതിയിലൂടെ നമുക്ക് പരാജയങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാനും അതിൽ നിന്ന് പഠിക്കാനും സാധിക്കുന്നു. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. പ്രസൻറ്റിൽ ജീവിക്കുക. മനസ്സ് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോകുമ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക. ദ ഓൺലി തിങ് മാറ്റേഴ്സ് ഈസ് ദ പ്രസൻറ്റ്.